ഞാൻ പഠിപ്പിച്ച പിള്ളേർ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയി. ഞങ്ങളിപ്പോഴും ഈ ഒരവസ്ഥ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളെ ഈ തെരുവിലേക്ക് 36 ദിവസം ഈ തെരുവിൽ ഞങ്ങൾ കിടക്കേണ്ടി വന്ന് പകൽ. രാത്രിയും പകലും ഫുള്ളായിട്ട് ഞാനിരിക്കുമായിരുന്നു. ഇവർ വന്നും പോയി നിന്ന്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു 1000 രൂപ, ഇവർ 10 വർഷം ഭരിച്ചല്ലോ, ഒരു വർഷം ഒരു 1000 രൂപ വെച്ച് ഒരു ധർമ്മം പോലെ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ആ 10 വർഷം കൊണ്ട് ഒരു 10,000 രൂപ വർദ്ധിപ്പിച്ച് തരാമായിരുന്നു ഞങ്ങൾക്ക്. ചില ദിവസം നമുക്ക് ഈ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും കിട്ടത്തില്ല. നമ്മൾ എത്ര നടന്നാലും ഒരു അടിപൊളി വാർത്ത അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പുറത്തു നിന്നുള്ള സംഭവങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെ ഞാനും വിപിനും കൂടെ രാവിലെ മുതൽ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് ഒരു നടപ്പ് തുടങ്ങിയതാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്നപ്പോൾ അവിടെ പതിവ് പോലെ പലയുടെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ അതൊക്കെ വിട്ടു. കുറച്ച് പെണ്ണുങ്ങൾ ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നിൽക്കുന്നു. എന്താണ്, എനിക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. ഞാൻ അവരുടെ അടുത്ത് എന്താണ് നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാണ് നാട്ടുകാരും വീട്ടുകാരും തൻ്റെടികൾ എന്ന് പറഞ്ഞാലും ബഹളം ഉണ്ടാക്കാനായിട്ട് സമരം ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന പെണ്ണുങ്ങളാണ് എന്ന് മുദ്ര കുത്തിയ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പെണ്ണുങ്ങളാണ്. അവർക്ക് പറയുമ്പോൾ അവർക്ക് ചിരി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദ്ദേശം എന്താണെന്നറിയാമോ? സതീശൻ സർക്കാരിൻ്റെ കാലത്ത് നല്ല നടപ്പ് സാധ്യമാകുമോ? ഞങ്ങൾക്കിനി സമരത്തിനൊന്നും വയ്യ. ഇന്ന് സതീശനെ കാണണം, വി ഡി സതീശനെ കാണണം, മുഖ്യമന്ത്രിയെ കാണണം, അതിനുവേണ്ടി പ്രതീക്ഷയോടെ വന്നിരിക്കണം. എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് ചോദിക്കാം. നിങ്ങൾ പ്രീ പ്രൈമറി ടീച്ചേഴ്സാണല്ലേ? അതെ. 29 വർഷമായി സാർ. ഇടുക്കി ജില്ലയിലെ കല്ലാർ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. തൃപ്തിയുണ്ടോ ജോലി? ജോലിയിൽ ഒരു തൃപ്തിയില്ല. ഞങ്ങൾ PTM തരുന്ന തുച്ഛമായ ശമ്പളം വരുന്നൊക്കെ നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ എഴുതുമ്പോൾ ഞങ്ങൾക്ക് ശമ്പളമായിട്ട് 5000 രൂപ വർദ്ധിപ്പിച്ച് തന്നതാണ്. പിന്നുള്ള പിണറായി വിജയൻ സർക്കാർ ഞങ്ങൾക്ക് തരാമെന്ന് പറയുന്നല്ല, ഞങ്ങൾക്ക് തരുന്നില്ല. ഇതിന്റെ നേതൃത്വം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ ഒത്തിരി ചട്ടമ്പി ലുക്കൊക്കെ ഉള്ളത് സുമോൾ എന്ന് പറയുന്ന ഈ ടീച്ചർക്കാണ്. അപ്പോൾ സുമോൾ ഇത് വിശദമായിട്ട് പറയും. എന്താണ് നിങ്ങളെ ഇങ്ങനെ നാട്ടിലെല്ലാവരുടെയും മുമ്പിൽ സമരക്കാരികളാക്കിയ പിണറായി സർക്കാർ നിങ്ങളോട് ചെയ്ത എന്താണ് മോശമായ കാര്യങ്ങൾ? മാഡം, ഞാൻ 36 വർഷമായി ഇപ്പോൾ ഈ ജോലി കയറിയിട്ട്. ഞാൻ പഠിപ്പിച്ച പിള്ളേർ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയി. ഞങ്ങളിപ്പോഴും ഈ ഒരവസ്ഥ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളെ ഈ തെരുവിലേക്ക് 36 ദിവസം ഈ തെരുവിൽ ഞങ്ങൾ കിടക്കേണ്ടി വന്ന് പകൽ. രാത്രിയും പകലും ഫുള്ളായിട്ട് ഞാനിരിക്കുമായിരുന്നു. ഇവർ വന്നും പോയി നിന്ന്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു 1000 രൂപ, ഇവർ 10 വർഷം ഭരിച്ചല്ലോ, ഒരു വർഷം ഒരു 1000 രൂപ വെച്ച് ഒരു ധർമ്മം പോലെ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ആ 10 വർഷം കൊണ്ട് ഒരു 10,000 രൂപ വർദ്ധിപ്പിച്ച് തരാമായിരുന്നു ഞങ്ങൾക്ക്. 1 രൂപ പോലും തരാതെയാണ് അവസാനം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 1000 രൂപ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചു. അത് കിട്ടി. രണ്ടാമത് 1000 രൂപ പ്രഖ്യാപിച്ചു, അത് തന്നുപോലുമില്ല. പക്ഷേ ഞങ്ങളിവിടെ സമരം ഇരുന്ന സമയത്ത് സതീശൻ സാറിനെ ഞങ്ങൾ കാണാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്ന പ്രീ പ്രൈമറിക്കാരുടെ കാര്യം പരിഗണിക്കാം, നിങ്ങൾക്ക് ന്യായമായ ഒരു ജീവിത സാഹചര്യത്തിന് ഒത്തവണ്ണം എന്തെങ്കിലും ഇത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് മിനിസ്റ്റർ ഞങ്ങൾക്ക് സമയം അനുവദിച്ചു തന്ന് ക്ഷണിക്കപ്പെട്ടവരായിട്ടാണ് ഞങ്ങളിന്ന് കാണാൻ വന്നിരിക്കുന്നത്. ഞങ്ങളെ അറിയിച്ചിട്ട് വന്നതാണ്. ഇവിടെ ഞാൻ വെറുതെ ഇവരോട് സംസാരിച്ച കൂട്ടത്തിൽ ഈ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു 75 വയസ്സായവർ വരെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരെ എങ്ങനെ കരുതണം? അവർക്ക് എന്താണ് കൊടുക്കേണ്ടത്? അവർക്ക് ന്യായമായിട്ടുള്ളൊരു പെൻഷൻ, അവർക്ക് ജീവിക്കാം. കാരണം അവരുടെ നല്ല ജീവിതം മൊത്തം അവർ സ്കൂളിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ജീവിതം ഹോമിച്ചു. അതവർ സന്തോഷത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ കുഞ്ഞും നമ്മുടെ സ്വന്തം കുഞ്ഞെന്നുള്ള രീതിയിൽ. കാരണം ഇപ്പോഴാണെങ്കിൽ അവർക്ക് നടന്നു പോയി ചെയ്യാൻ വയ്യ, എങ്കിലും അവർ ആളെ നിർത്തിയിട്ടും ചില ടീച്ചർമാർ ചെയ്യുന്നു. കാരണം 75 വയസ്സായിട്ട് അവർക്ക് നടക്കാനും ഇരിക്കാനും വയ്യ. കാരണം നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും എന്തെങ്കിലും കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ന്യായമായിട്ടുള്ളൊരു പെൻഷൻ കൊടുത്ത് അവരെ പെൻഷൻ പ്രായം നിശ്ചയിച്ച് അവരെ ഇറക്കി വിടുക. എന്നിട്ട് ആ പോസ്റ്റിങ് വേണമെങ്കിൽ PSCക്ക് എടുത്തോ. കാരണം PSCയിലെ പിള്ളേർ ആവുന്നു. അപ്പോൾ അവർ ആ പോസ്റ്റ് PSCക്ക് കൊടുത്തോ. പക്ഷേ പെൻഷൻ പ്രായം നിജപ്പെടുത്തി അവരെ ഒന്ന് ഇറക്കി വിടണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. കാരണം അത്രയും ദുരിതം അനുഭവിക്കുന്നുണ്ട് അത്രയും ടീച്ചേഴ്സ്. ഇതുപോലെ ഒരുപാട് പേരുണ്ട് പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് സമരം ചെയ്ത് അവരുടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം സമരപന്തലിൽ കളഞ്ഞവർ. പക്ഷെ അവരെല്ലാവരും ഇപ്പോൾ VD സതീശൻ എന്ന നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയെ പ്രതീക്ഷയോടെ കാണാൻ വരുന്നതാണ്. ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഈ പരിസരത്തൊക്കെ നമുക്ക് എല്ലാ ദിവസവും കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം VD സതീശൻ പലർക്കും വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിൽ, നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങൾ ചെയ്യാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വിശ്വാസം ഞങ്ങൾക്കുണ്ട്, ആ വിശ്വാസമുണ്ട്. പക്ഷേ ആ വാക്ക് അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സമരവേദിയിൽ പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന പലരോടും പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളിൽ വിശ്വസിച്ചാണ് കേരളം അവരെ അടുത്ത ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ഭരണ വൈദഗ്ധ്യം എത്രത്തോളം ആയിരിക്കുമെന്ന് കാണാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്കും എല്ലാവർക്കും ആശംസകൾ. ഇന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അദ്ദേഹം അംഗീകരിക്കട്ടെ, നിങ്ങളെ സംതൃപ്തരാക്കട്ടെ.